എല്ലാവർക്കും മൈക്രോ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് പോയി ക്യാപ്ചർ ചെയ്ത് തിരിച്ചു വരുന്ന ഒരു രീതിയായിട്ടാണ് ഞാൻ കണ്ടുവരുന്നത്. പക്ഷേ നമ്മളൊരു മൈക്രോ ഫോട്ടോഗ്രാഫിക്ക് പോകുമ്പോൾ ഒരു ഇൻസെക്റ്റിനെ കണ്ടെത്താനും അവയെ തിരിച്ചറിഞ്ഞ് അതിനടുത്തെത്തുകയും അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഫോട്ടോ എടുക്കുന്നതെന്നും അതേപോലെ തന്നെ ആ തുമ്പികളെ പറ്റിയുള്ള ഒരു ചെറിയ ഡീറ്റെയിലുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഇൻസെക്റ്റുകളായിക്കോട്ടെ തുമ്പികളായിക്കോട്ടെ ഒന്നും തന്നെ പെട്ടെന്ന് ഇരുന്ന് തരണമെന്നില്ല. പിക്ചർ ക്യാപ്ചർ ചെയ്യാനായിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ തന്നെ പ്രിപ്പയർ ആവുകയാണ് വേണ്ടത്. മാക്രോ എടുക്കുമ്പോൾ ഒത്തിരി ഡിസ്റ്റൻസിൽ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് എടുത്താൽ തന്നെ അതിന് ഒരു ഫീൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഏറ്റവും അടുത്ത് തന്നെ പോയാൽ മാത്രമേ നമുക്ക് നല്ല നല്ല ഇമേജസ് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മളൊരു ശ്വാസം എടുത്താൽ പോലും അത് ചിലപ്പോൾ പറന്നു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ നമ്മൾ ബ്രീത്ത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇരിക്കുന്ന പൊസിഷൻ ഒരിക്കലും നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇൻസെക്റ്റുകൾ വന്നിരുന്നതല്ല. നമ്മൾ അവരുടേതായിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ ബോഡീനെ കൺട്രോൾ ചെയ്യുകയും ഫിസിക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു ഇമേജ് കിട്ടാനായിട്ട് നമ്മൾ മിനിറ്റുകളോളം നമ്മൾ ബ്രീത്ത് കൺട്രോൾ ചെയ്യേണ്ടി വരും. ഒരേ പൊസിഷനിൽ തന്നെ നമ്മൾ ഇരിക്കേണ്ടി വരും. ചെറിയൊരു ചേഞ്ച് വന്നാൽ പോലും ഇത് പറന്നു പോകാം. ഇങ്ങനെയുള്ള ചാൻസസ് ഒക്കെ മാക്രോ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ഇന്ന് ക്യാപ്ചർ ചെയ്യുന്ന ഒരു ഫോറസ്റ്റ് ഗ്ലോറി ഡാംസ് ഓഫ് ലൈഫ്സിൻ്റെയാണ്. ബ്ലാക്ക് അഡിപ്ഡ് ഫോറസ്റ്റ് ഗ്ലോറി എന്ന് പറയാം. ഇത് ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. പശ്ചിമഘട്ടങ്ങളിലെ മലനിരകളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതിനെ കൂടാതെ തന്നെ 2 ഉപജാതികളുണ്ട്. എല്ലാ ചിറകുകളുടെയും അഗ്രഭാഗങ്ങൾ കറുപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള വിശാലമായ അറ്റത്തോടു കൂടിയാണുള്ളത്. ഈ ഡാംസ് ഓഫ് ഫ്ലൈയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീയും പുരുഷനുമായിട്ട് വളരെ സാമ്യമുള്ളതാണ്. മങ്ങിയ നിറമുള്ളതും അഗ്രഭാഗത്തെ അടയാളപ്പെടുത്തലും സാധാരണയായി ഇളം നിറമുള്ളതും ഇതിൻ്റെ മെയിലും ഫീമെയിലുമായിട്ടുള്ള തിരിച്ചറിവിനെ നമുക്ക് നിർവചിക്കാനുള്ളത്. ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് അല്ലെങ്കിൽ പ്രജനനം നടത്തുന്നത് വനപാതകളിലും തണലുകളിലും കുറ്റിക്കാടുകൾക്കിടയിലും വിശ്രമിക്കുന്ന ഒരു കൂട്ടമായിട്ടാണ് നമ്മൾ സാധാരണ കാണപ്പെടുന്നത്.